ഹായ് ഹലോ, ഇന്നൊരു കുട്ടി കൃഷി വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞളെല്ലാം വിളവെടുക്കാനായിട്ട് നല്ല പാകമായി തന്നെ വന്നിട്ടുണ്ട്. അത് കണ്ടില്ലേ, ആ മഞ്ഞളെല്ലാം വെളിയിലോട്ട് വന്ന് തെളിഞ്ഞിങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഞാൻ നട്ടു വളർത്തിയ സാധനത്തിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇതേ രീതിയിൽ വിളവെടുക്കാൻ പറ്റുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഒരു മൂട്ടിൽ തന്നെ ഇത്രയും മഞ്ഞൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നേ. ഇതിനാണെങ്കിൽ ഞാൻ ഒരു വളവും ചെയ്തിട്ടില്ലായിരുന്നേ. നമ്മുടെ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളമാണ് ഇതിനും ഒഴിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. കൃഷി ചെയ്യുന്നവർക്ക് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അറിയാൻ പറ്റും. എനിക്കറിയില്ല, ഞാൻ വലിയ കൃഷിക്കാരിയൊന്നും അല്ല. ഞാനിത് വെറും ചരളിലാണ് നട്ടത്. എന്നിട്ടും എനിക്ക് ഇത്രയും മഞ്ഞൾ കിട്ടിയപ്പോൾ ഇത്രയും ആണോ ഇതിൽ കൂടുതലാണോ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഇത്രയും കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. ഭയങ്കര സന്തോഷവുമാണ്. കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നണത് നല്ല ഇളകിയ മണ്ണിലാണ് ഇത് നടാൻ നല്ലതാണെന്നേ. എന്നിട്ട് മഞ്ഞളെല്ലാം നമ്മൾ ഇതേപോലെ മണ്ണൊക്കെ പോകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മഞ്ഞളിനെ 3-4 വെള്ളത്തിൽ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാനുണ്ട്. അതിലുള്ള മണ്ണും ചെളിയും അഴുക്കും എല്ലാം പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ മഞ്ഞളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. വെള്ളം നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും മഞ്ഞളെല്ലാം കുറേശ്ശെയായിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഈ മഞ്ഞൾ ഇതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം. മഞ്ഞൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. മഞ്ഞളിനെയെല്ലാം നമ്മൾ ഈ കാണുന്ന പോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കേണ്ടതുണ്ട്. കഷ്ണങ്ങളാക്കിയ മഞ്ഞളിനെ നമ്മൾ ഇതേപോലെ ഉണക്കിയെടുക്കണം. ഒരു 5-6 ദിവസമെങ്കിലും വെയിൽ കൊണ്ടാലേ നല്ലവണ്ണം ഉണങ്ങി കിട്ടുകയുള്ളേ. കുറച്ച് ഞാൻ മുഴുവനെ ഇട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്, കുറച്ച് ഞാൻ കീറിയിട്ടും ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മഞ്ഞളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ മായം ചേർക്കാത്ത നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.